ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ അടുത്തുനിന്ന് പലതും പഠിച്ചിട്ടുണ്ടെങ്കിലും ലോഹി അങ്കിളിൻ്റെ സ്കൂൾ ഒരു വേറെ. എല്ലാ ഫ്രെയിമിലും ഒരു 3-4 ഒരു പെരുമ്പാമ്പ്, ഒരു കുരങ്ങൻ, ഒരു ആന, അത്രയൊക്കെ. അങ്ങനെ രാധ കരയുന്നു, കൃഷ്ണൻ വേറെ ഗോപികയെ നോക്കി. വൈ ഷി ബോദറിങ് ഹിം? അത് അവരുടെ ഇഷ്ടാനുസരിച്ച്. അവർക്ക് ഒരു സാധനം ഇഷ്ടപ്പെട്ട നമ്മൾ അത് തന്നെ ഉണ്ടാക്കി വെറുപ്പിക്കും. ക്യാരക്ടർ ഡെപ്ത് ഉള്ളത് ശുരത്തിലെ മായമ്മ തന്നെയാണ്. കാരണം അത് ഈ 3 സ്റ്റേജ് കാണിക്കണമുണ്ട്. എല്ലാ സ്ട്രഗിളും ഗ്രോത്തിലേക്കുള്ള സ്ട്രഗിൾ ആണെങ്കിൽ അത് നല്ലത് തന്നെയാണ്. നിങ്ങളുടെ ഫാദറിൻ്റെ ഡീറ്റെയിൽസ് തരൂ, ഞാൻ കല്യാണം ആലോചിച്ചു, അങ്ങനത്തെ ഫാൻ മെയിൽസ് അതന്ന് എല്ലാവർക്കും വരാറുണ്ടായിരുന്നു. മികച്ച അഭിനേതാക്കളോടൊപ്പം അഭിനയിച്ചതുപോലെ തന്നെ മികച്ച സംവിധായകരുടെ സിനിമയിലും അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടി അല്ലേ? ഇപ്പോൾ ഭരതേട്ടനായാലും സുബി മലയിലെ അങ്ങനെ പ്രമുഖരുടെ സിനിമയിലെല്ലാം അഭിനയിച്ചു. ഏറ്റവും നല്ല ക്യാരക്ടർ ചെയ്യാൻ കഴിഞ്ഞത് ആരുടെ സിനിമയിൽ? ആരുടെ സിനിമയിൽ അഭിനയിക്കാനാണ് കൂടുതൽ ഇഷ്ടം തോന്നിയിരുന്നത്? ക്യാരക്ടർ ഡെപ്ത് ഉള്ളത് ശുരത്തിലെ മായമ്മ തന്നെയാണ്. കാരണം അത് ഈ 3 സ്റ്റേജ് കാണിക്കണമുണ്ട്. കല്യാണത്തിന് മുമ്പ്, പിന്നെ കുടുംബിനി, പിന്നെ അമ്മ, അങ്ങനെ. പിന്നെ അതൊരു ഡിഫറെൻറ്റ് സിനിമയായിരുന്നു. ഒരു നാച്ചുറൽ. അതെ. എല്ലാ ഫ്രെയിമിലും ഒരു 3-4 ഒരു പെരുമ്പാമ്പ്, ഒരു കുരങ്ങൻ, ഒരു ആന, അത്രയൊക്കെ. അങ്ങനെ. പിന്നെ ഞാനോ അങ്ങനത്തെ അതൊരു വളരെ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. അതെ. ഒരു കുഞ്ഞു മനോജ്. അതെ. അങ്ങനെ അത് ഒരു കുരങ്ങൻ കുറേ സീൻസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഡിഫറെൻറ്റ് സിനിമയായിരുന്നു. പിന്നെ ആകാശാംഗം ഡിഫറെൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും, പിന്നെ എന്താ പറയുക, അത് ഇതിനെ ചുറ്റിപ്പറ്റി, ഈ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു. പക്ഷേ എനിക്കിപ്പോഴും സോഷ്യൽ മീഡിയയിൽ മെസ്സേജസ് വരുന്നത് പ്രണയവർണ്ണങ്ങളെ പറ്റിയും ഉസ്താദം അതൊക്കെയാണ്. ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. പ്രണയവർണ്ണ ഒരുപക്ഷെ നല്ല കളർഫുൾ. അതെ. പിന്നെ അങ്ങനെ ഒരു ലുക്കില് വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ആ ഒരു ഇപ്പോഴത്തെ ഭാഷയിൽ മേക്ക് ഓവർ ആയിരുന്നു. ഇതൊക്കെ പഠിക്കണം, കുറെ #, വാക്കുകൾ പഠിക്കണം. അങ്ങനെ ഒരു മോഡേൺ ലുക്കിൽ വന്ന സിനിമ അത് ആദ്യമായിരുന്നു. പക്ഷേ എനിക്ക് കാണുമ്പോൾ അങ്ങനെ ഭയങ്കര ഷെയ്ഡ്സ്, ഫാമിലിയുടെ ഷെയ്ഡ്സ് തോന്നുന്ന സിനിമ കാരുണ്യാണ്. കാരുണ്യം ഒരു ഡിഫറെൻ്റ് ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ അടുത്തുനിന്ന് പലതും പഠിച്ചിട്ടുണ്ടെങ്കിലും ലോഹി അങ്കിളിൻ്റെ സ്കൂൾ ഒരു വേറെ ഇതായിരുന്നു. അത് ലോഹി അങ്കിളായിട്ട് അതിന് മുമ്പേ ഞാൻ ഒരു ഗൾഫ് യാത്രയിലും സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എൻ്റെ ഡാൻസും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഗൈഡൻസ് തരാനായിട്ട്, അതായത് ഡാൻസിലേക്കാണെങ്കിലും ഇപ്പോൾ ഇങ്ങനത്തെ കഥകളുണ്ട്, ഈ ഒരു ഇമോഷൻ എക്സ്പ്ലോർ ചെയ്യും. ആ ഒരു വേറെ ഒരു തരം എന്താ പറയുക, ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ കസ്റ്റമൈസ് ട്രെയിനിങ് ആയിരുന്നു എനിക്ക്. നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള ചില ടിപ്സ് അതിലും. പിന്നെ ഈ ക്യാരക്ടർ കരയുന്നതാണ്. അതായത് എങ്ങനെ എല്ലാ സിനിമയിലും ക്യാരക്ടറിൻ്റെ പേരും ഡ്രസ്സിങ്ങും അല്ലാണ്ട് നമ്മളിപ്പോൾ കരയുന്നതും ചിരിക്കുന്നതും ഒക്കെ എങ്ങനെ മാറ്റാം, അങ്ങനെ ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയത് ലോഹി അങ്കിളിൻ്റെ അടുത്തുനിന്ന് വർത്താനം പറഞ്ഞു കഴിഞ്ഞിട്ടാണ്. അതായത് ഇപ്പോൾ കരയുമെന്ന് പറഞ്ഞാൽ നമ്മൾ കരയും, പക്ഷെ അത് ഇന്നത്തെ ആളുകൾക്ക് ഇതൊക്കെ കുറച്ചും കൂടെ ഇരുന്നിപ്പോൾ സ്ക്രിപ്റ്റ് റീഡിങ്ങും ഈ ക്യാരക്ടറിനെ ഞാൻ എന്തൊക്കെ അങ്ങനത്തെ ഒരു ഡിസ്കഷൻ തന്നെ ഉണ്ട് ഇന്ന്. നമുക്ക് ചിന്തിച്ച് ഉറപ്പിക്കാം. അവർക്ക് അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ വർക്ക്ഷോപ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് നമ്മളെ അതിലേക്ക് എന്നെ ചിന്തിപ്പിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ്. അല്ല, ചില വാക്കുകൾക്ക് നമ്മളെ മാറ്റിമറിക്കാൻ കഴിയും എന്നുള്ള എൻ്റെ ഒരു തെളിവാണത്. അല്ല, അത് അദ്ദേഹം അത് ഇന്നതുപോലെ ചെയ്യൂ, ഇന്ദു ഇങ്ങനത്തെ ക്യാരക്ടർ അങ്ങനെ പറഞ്ഞില്ല. ജസ്റ്റ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും. അല്ല, ഈ ക്യാരക്ടർ ഇതൊക്കെയാണ് അനുഭവിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് ഈ കുട്ടി. അങ്ങനെ പറഞ്ഞുള്ളൂ. അപ്പം തന്നെ നമ്മൾ അവരുടെ ഷൂസിൽ നിന്ന് ചിന്തിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മളിൽ മാറ്റങ്ങൾ സംഭവിച്ചു. അത് അവരുടെ ഒരു മാജിക്കാണ്.
ഈ സിനിമയിൽ പ്രത്യേകമായി ഇഷ്ടം ആരുടെയും തോന്നിയിട്ടുണ്ടോ? പ്രത്യേകമായിട്ടുള്ള ഇഷ്ടം അന്നൊന്നും ശോഭന ചേച്ചി, ശ്രീദേവി മാം, ഇതൊക്കെ തന്നെ സ്ഥിരം ആയിട്ടുള്ള ആരാധന. ഇന്നും നമ്മളൊരു എന്താ പറയുക, വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഫോൺ റീല് കണ്ടാൽ വിദ്യാമ്മ, ഇന്നലെ ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആലാപനം ആ പാട്ട് വന്നു, ഞാൻ പോയി നേരെ ആ മുഴുവൻ സിനിമയും സൂര്യപുത്രി കണ്ടു. അങ്ങനെ അത് ശോഭനയുടെ പത്മിനി, ശോഭനയുടെ അച്ഛൻ്റെ സഹോദരി, അവരുമായിട്ട് വേദി പങ്കിട്ടിട്ടുണ്ടോ? അല്ല ശോഭനേച്ചിയായിട്ടോ? അല്ല, പത്മിനിയുമായിട്ട് ഒരിക്കൽ ജസ്റ്റ് കണ്ടിട്ടേ ഉള്ളൂ, അമേരിക്കൻ യാത്രയിൽ ഒരിക്കൽ കണ്ടിട്ടേ ഉള്ളൂ. അവിടെ സ്കൂളുണ്ടായിരുന്നല്ലോ. അതെ അതെ. പക്ഷേ അത് ന്യൂയോർക്ക്, വേറെ സ്റ്റേറ്റിലാണ്. പക്ഷെ ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും ഒക്കെ അവിടെ നിന്ന് മാറിയിരുന്നു. ശോഭനയുടെ ഒപ്പം സ്റ്റേ ചെയ്തിട്ടുണ്ട്. യാത്ര, ഗൾഫ് ടൂർ ചെയ്തിട്ടുണ്ട് 1 മാസത്തോളം. പിന്നെ അവിടെ വരാറുണ്ടല്ലോ, US വരുമ്പോഴൊക്കെ നമ്മൾ മിസ് ചെയ്യാറില്ല, പ്രോഗ്രാംസ് കാണാറുണ്ട്. സിനിമയിൽ ആരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. ഇല്ല. ആരെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? ആരാധകരാണോ അതോ ആരായാലും? അല്ല, അതിപ്പോൾ ലെറ്റേഴ്സ് ഇങ്ങനെ വരാറുണ്ടല്ലോ നമുക്ക്, ഇഷ്ടമാണ്, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ ഫാദറിൻ്റെ ഡീറ്റെയിൽസ് തരൂ, ഞാൻ കല്യാണം ആലോചിച്ചു, അങ്ങനത്തെ ഫാൻ മെയിൽസ് അതൊന്ന് എല്ലാവർക്കും വരാറുണ്ടായിരുന്നു. അല്ല, സിനിമയിൽ നിന്ന് അങ്ങനെ പ്രപ്പോസൽ ആരെങ്കിലും ചെയ്തു? ഇല്ല. ഇല്ല, മോശമായി പോയല്ലോ. ആണോ? അതെന്തായാലും മോശമായി, അത് ശരിയായൊരു ആണോ? പക്ഷേ സാരമില്ല, അതുകൊണ്ട് ഇപ്പൊ ഒരു നല്ല ചോദ്യം കിട്ടിയില്ലേ. ബാലനടിയായി വന്നു, ക്യാരക്ടർ വേഷങ്ങൾ ചെയ്തു, നായികയായി ഉയർന്നു. ഇത് മൂന്ന് അവസ്ഥയാണല്ലോ. ഇത് പറയുമ്പോൾ നമ്മൾ അഭിനയമാണെങ്കിൽ മൂന്ന് അവസ്ഥയാണ്. ഏതവസ്ഥയിലായിരുന്നു ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ തോന്നിയത്, ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയത് ഏതവസ്ഥയിൽ നിന്നുകൊണ്ടുള്ള പെർഫോമിങ്ങിലായിരുന്നു? നല്ല ബാലനടി ആവുമ്പോൾ ഉള്ള അവസ്ഥ അനുഭവിച്ചത് അച്ഛനും അമ്മയല്ലേ. ബാലതാരത്തിനെ കൊണ്ട് ജയിക്കാനായിട്ടുള്ളത് ഡയലോഗ് പഠിപ്പിക്കുക, അതെന്താണ്, അന്നൊക്കെ നമ്മൾ തന്നെയാണ് കോസ്റ്റ്യൂമൊക്കെ. ഇപ്പോൾ കൊച്ചുകുട്ടികളുടെ റോളൊക്കെ ആണെങ്കിൽ അപ്പോൾ അത് ആ അവസ്ഥ അവരാണ് അനുഭവിച്ചത്. പിന്നെ ക്യാരക്ടർ റോൾസ് പറയുന്നത് സീരിയലുകളിലാണ് കൂടുതലും ഞാൻ ചെയ്തത്. ആദ്യം കല്യാണ സൗന്ദര്യത്തിൽ ചെയ്ത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് മിക്കവാറും എല്ലാം ലീഡ് റോള് തന്നെയാണ് ചെയ്തത്. സിനിമകളിൽ 2 നായികമാർ, 1 നായിക, അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തത്. ഞാൻ കംഫർട്ടബിൾ കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ള സമയത്താണ്, ആ ഒരു 7-8 വർഷം സിനിമകൾ ചെയ്ത സമയം. ബാലനടിയായി വന്നുള്ള ആ സമയത്താണ്? അല്ല, ഞാൻ കല്യാണ സൗന്ദര്യത്തിന് ശേഷം. അതെ അതെ. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അപ്പോഴാണല്ലോ എൻ്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ അറ്റ്ലീസ്റ്റ് ഡിസിപ്ലിൻഡ് ആയിട്ട് ഡയലോഗ് പഠിച്ചു പറയലെങ്കിലും ഞാൻ ചെയ്തത്. ഡയലോഗ് പഠിക്കലുണ്ട്. കാരണം നമ്മൾ ഈ യുവജനോത്സവത്തിൽ ഡിബേറ്റ്, സ്പീച്ചിലൊക്കെ കൊണ്ട് ചേർത്തിട്ടുണ്ടല്ലോ, കവിത, കഥാപ്രസംഗം. അപ്പം അതൊക്കെ കൊണ്ട് ഡയലോഗ് പഠിക്കും, ഡയലോഗ് പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കും. സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ കണ്ടിന്യൂറ്റി എഴുതൽ, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരുന്നു. ഈ കുട്ടിക്കാലം മുതൽ നൃത്തം പഠിക്കുന്നുണ്ട്, പിന്നീട് നൃത്ത അധ്യാപികയായി, ഇപ്പോഴും നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. നൃത്തത്തെ ഇത്രമാത്രം ഇഷ്ടപ്പെടാനും ഹൃദയത്തോട് ചേർത്ത് പിടിക്കാനും എന്തായിരുന്നു കാരണം? അത് ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും ക്ലാസ്സിൽ ചേർത്തതാണ്. അതിനുശേഷം അതിൻ്റെ ഒരു നൃത്തത്തോട് ഇഷ്ടവും അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ കൂടുതലായിട്ട് ചിന്തിച്ചു തുടങ്ങിയത് എൻ്റെ 20s. ഇതുവരെ നമ്മൾ അതിൻ്റെ ഒരു ഇപ്പോഴും വിദ്യാർത്ഥിനി തന്നെയാണ്, നമ്മൾ പഠിക്കണ ഒരു സ്റ്റേജായിരുന്നു. പിന്നെ അത് ചെയ്യുമ്പോൾ അതായത് ഇപ്പം നമ്മളൊരു സബ്ജക്റ്റിന് നല്ല മാർക്ക് വാങ്ങുമ്പോൾ ആ സബ്ജക്റ്റിനോടൊരു ഇഷ്ടം തോന്നുമല്ലോ. അങ്ങനെയായിരുന്നു ആദ്യകാലത്തൊക്കെ. നമ്മൾ ചെയ്യുമ്പോൾ അടവുകൾക്ക് ഭംഗിയുണ്ട്, അല്ലെങ്കിൽ അഭിനയം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ആദ്യമൊക്കെ ഗുരുക്കന്മാരാണ്. പിന്നീട് അത് തന്നെ സിനിമയിൽ കണ്ടു പരിചയമുള്ളതുകൊണ്ട് അമ്പലം പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോൾ പ്രേക്ഷകരും അത് തന്നെ പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഇത് ഒരു കോൺഫിഡൻസ് തരുമല്ലോ നമുക്ക്. അങ്ങനെയാണ്. പിന്നെ പഠിപ്പിച്ചു തുടങ്ങിയപ്പോഴാണ് കൂടുതലും അതിലേക്ക് ഇൻഡെപ്തായിട്ട് ചിന്തിച്ചു തുടങ്ങി. പുതിയ റൂട്ടുകൾ മാത്രമല്ല, നമ്മൾ ഈ പഠിച്ചതൊക്കെ അവിടെ ജനിച്ചു വളർന്ന കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണ്ടേ.
ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കിയ സന്തോഷ് ഹെയർ ടോൺ മുടികൊഴിച്ചിലും താരനും ഇല്ലാതാക്കി മുടി വളരാൻ ഫലപ്രദം. എല്ലാ പ്രമുഖ മരുന്ന് ഷോപ്പുകളിലും ലഭ്യമാണ്. ഒരു സന്തോഷ് ഫാർമസി ഉൽപ്പന്നം. കേശ സംരക്ഷണത്തിന് സന്തോഷ് ഹെയർ ടോൺ. ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ബേസ് ഉണ്ട്. അതായത് ഇപ്പോൾ ദീപാവലി അല്ലെങ്കിൽ ജന്മാഷ്ടമി, അഷ്ടമിരോഹിണി, ഇതൊക്കെ നമുക്ക് ഇത് കൃഷ്ണൻ്റെ ബർത്ത്ഡേ, അതിൻ്റെ സെലിബ്രേഷൻ എന്നുള്ളതിൻ്റെ ആ ഒരു 1 സെൻറ്റൻസ് ഡെഫിനിഷനെങ്കിലും കുട്ടികൾക്ക് അറിയാം. പക്ഷെ അവിടെ നമ്മൾ കൃഷ്ണനെ പറ്റിയും അതെന്തുകൊണ്ടാണ് കൃഷ്ണൻ പശുക്കളുടെ കൂടെ എന്താ സിംബോളിസം എന്താണ്, മയിൽപ്പീലി, ഇതെല്ലാം ചോദിക്കുക അവർ. ഇതെല്ലാം ചോദിച്ച് അവർക്ക് ആ ഒരു ഇമേജ് കിട്ടിയാലാണ് രാധ കരയുന്നു, കൃഷ്ണൻ വേറെ ഗോപികയെ നോക്കി, വൈ ഷി ബോദറിങ് ഹിം, അങ്ങനെ ചോദിക്കുന്ന പിള്ളേരോട് നമ്മൾ എന്താണ് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല, ഹിയർസ് അനദർ ഫ്രണ്ട്, അത് പറഞ്ഞാൽ എന്താ, അതിന് നമ്മൾ ഉത്തരം കൊടുക്കണം. അപ്പം ഇവരെ എങ്ങനെയാണ് ഇത്, അങ്ങനെ അവർ ചിന്തിച്ചോട്ടെ, പക്ഷെ ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ ചിന്തിക്കേണ്ടത്, ഇത് ചെയ്യൂ എന്ന് അവരെ കൺവിൻസ് ചെയ്യണ്ടേ. പഴയ കുട്ടികളല്ല, അവരുടെ സംശയങ്ങള് അന്യായ സംശയമായിരിക്കും. അതെ, നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റില്ല. He is not Miss Divya, he is not her friend anymore, he has a new friend. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ രാധയുടെ വിരഹം കാണിക്കാനായിട്ട് കൊച്ച് ഓൾറെഡി അത് തിരിച്ചു നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ എങ്ങനെ വിരഹം ഉണ്ടാക്കും? അപ്പം അതൊരു ചാലഞ്ചായിരുന്നു. അപ്പം അങ്ങനെയാണ് കൂടുതലായിട്ട് ഏത് രീതിയിലാണ് ഇവരിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ള ചിന്ത. അങ്ങനെ ചിന്തിച്ച് അതിൽ ഇൻവോൾവ് ആയി. അല്ല, അതിൽ തന്നെ നിൽക്കുകയാണല്ലോ, നൃത്തത്തിൽ തന്നെ നിൽക്കും. അത് ഹൃദയത്തിലേക്ക് ഇങ്ങനെ ആത്മാവിലേക്ക് അങ്ങോട്ട് ഉൾക്കൊണ്ട് അങ്ങോട്ട് നിൽക്കുകയാണ് ഇപ്പോഴും. അതെ, അതാണ് മറ്റെല്ലാ കലാരൂപങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഇതിൽ മാത്രം ഇപ്പോൾ നിൽക്കുകയാണ്. അത് പക്ഷെ അത് തീരണില്ല. കാരണം അത് ചെയ്തിട്ടും ഇപ്പോഴും എന്താ മറ്റേ ലാലേട്ടൻ അതിൽ പറയില്ലേ, ഞാൻ എന്താ കരയിൽ നിൽക്കുന്നവരോ അതിലേക്ക് ആ അവസ്ഥയിലാണ് ഇപ്പോഴും. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ 4 ഭാഷകളിൽ അഭിനയിച്ചു. ഒരു 100ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടാവും. എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? 54. കൃത്യമാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ സിനിമ ഏതാണ്? ഈ എല്ലാ ലാംഗ്വേജിലും നോക്കാം, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ സിനിമ ഏതായിരിക്കും? ദിവ്യയുടെ ഒരു എല്ലാ സിനിമകളും ശ്രദ്ധിക്കപ്പെട്ടു, എൻ്റെ പിടിക്കോട്ടൊന്നുമല്ല, പക്ഷേ ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാവാൻ പറ്റി. എല്ലാ സിനിമയും നന്നായിട്ട്, കല്യാണ സൗന്ദര്യം ആണെങ്കിലും വർണ്ണപ്പോയിട്ടാണെങ്കിലും കഥാനായകൻ, അങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് സിനിമകൾ, ഉസ്താദ്, പ്രണയവർണ്ണങ്ങൾ, ആകാശഗംഗ, ഫ്രണ്ട്സ്, ഇതെല്ലാം ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ തന്നെയാണ്. ട്രൂത്ത് ഉണ്ട്, മറവത്തൂർ കനവ്. തമിഴ്, തെലുങ്ക്, കന്നഡ? ഞാൻ തെലുങ്കിലും കന്നഡയിലും ഓരോ ചിത്രങ്ങളെ ചെയ്തുള്ളൂ. കന്നഡയിൽ ആക്ച്വലി ചെയ്തത് മിസ്റ്റർ ബേച്ചാര എന്ന് പറഞ്ഞൊരു ഹിന്ദി മൂവിയുടെ റീമേക്കാണ്. ശ്രീദേവി മാം അഭിനയിച്ച ക്യാരക്ടറാണ്. തെലുങ്കിൽ മിസ്റ്റർ വേണു എന്ന് പറഞ്ഞിട്ടൊരു ഹീറോയുടെ കൂടെയാണ് ചെയ്തത്. തമിഴിൽ ചെയ്തു 3-4 സിനിമകൾ ചെയ്തു. ഇല്ല, 7 സിനിമകൾ ചെയ്തു. മലയാളത്തിലെ പുതിയ കാല സിനിമകൾ കാണാറുണ്ട്. പിന്നെ എന്താണ് അഭിപ്രായം? അയ്യോ, അഭിപ്രായം പറയാൻ മാത്രമൊന്നും ഉള്ള, ഞാൻ വളർന്നിട്ടില്ല. അതെ, അത്രയുള്ള അറിവൊന്നുമില്ല. പ്രേക്ഷകയായിട്ട് പറയാം, നല്ല മാറ്റങ്ങൾ തന്നെയാണ്. പിന്നെ നമ്മളെ അതിശയിപ്പിക്കുന്ന മാറ്റങ്ങളാണല്ലോ. പ്രത്യേകിച്ച് ഇതിപ്പോൾ വേറൊരു 2ആയിട്ട് വായിക്കാമല്ലോ. റീസെൻറ്റ് സിനിമ തന്നെ കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും അല്ലേ, ആ ഒരു ലോക്ക്ഡൗണിൽ തന്നെ സിനിമയിൽ കുറേ മാറ്റങ്ങൾ വരുത്തി. താര സിനിമകൾക്കൊപ്പം തന്നെ പുതിയ കുട്ടികളുടെ ധാരാളം സിനിമകൾ വരുന്നുണ്ട്. ഒരുപാട് അധികം പുതിയ ആളുകളാണെന്ന് തന്നെ പറയാം. മറ്റവരെല്ലാം എണ്ണി സിനിമ ചെയ്യുമ്പോഴും അതെ, പുതിയവർക്ക് ഇപ്പം ധാരാളം അവസരങ്ങളുണ്ട്. നിങ്ങളൊക്കെ വന്നിരുന്ന കാലത്തുള്ള സംഭവമല്ലേ? അല്ല, അതെല്ലാ സിനിമയുടെ എല്ലാ മേഖലകളിലും പുതിയ, ജസ്റ്റ് ആക്ടിങ്ങിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും പുതിയ ആളുകൾക്ക് അവസരങ്ങളും ഉണ്ട്, സക്സസ്സും ഉണ്ട്. ഇപ്പോഴത്തെ മലയാള സിനിമയിലുണ്ടായിട്ടുള്ള പുതിയ വിവാദങ്ങളൊക്കെ കണ്ടും കേട്ടും കാണുമല്ലോ. എന്ന് വെച്ചാൽ വായിക്കാറൊക്കെ ഉണ്ട്. അഭിപ്രായം ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു കലാകാരി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു അഭിനേത്രി എന്ന നിലയിൽ ഈ സംഭവങ്ങൾ എങ്ങനെ നോക്കണം? അത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, അതിനെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങളാണ്, എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. അതൊക്കെ കേട്ട് കാണുമല്ലോ. എല്ലാം കേട്ടിട്ടുണ്ട്, ഞാൻ അതിന് ന്യൂസുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാ സ്ട്രഗിളും ഗ്രോത്തിലേക്കുള്ള സ്ട്രഗിളാണെങ്കിൽ അത് നല്ലത് തന്നെയാണ്. അത്രേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. അതിൽ കൂടുതലൊന്നും പറയാം. ഇതിൻ്റെ പോക്ക് ഏത് ദിശയിലാണെന്നുള്ളത് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റണില്ല.
പക്ഷെ അവർ ആ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ ചില വസ്തുതകൾ മാത്രമേ പുറത്ത് വന്നുള്ളൂ. വന്നത് അറിയാമല്ലോ. അതേക്കുറിച്ച് ഒരു അഭിനേത്രി എന്ന നിലയിൽ അതേക്കുറിച്ച് എന്താണ്? എനി ടൈം റിസർച്ചിന് വേണ്ടി ചിലവാക്കുന്ന എല്ലാ സമയവും നല്ലത് തന്നെയാണ്, അത് പുരോഗതിക്ക് വേണ്ടിയിട്ട് ആണെങ്കിൽ. പക്ഷെ അത് സ്വാഭാവികമാണ്, രണ്ട് പക്ഷക്കാരെപ്പോഴും ഉണ്ടാവും, അതിന് പോസിറ്റീവും നെഗറ്റീവും പറയുന്നവരുണ്ടാവും. ഇപ്പൊ ഈ സൈഡുകാർ പറയും അത് ശരിയല്ല, ഇതാണ് ശരിയെന്ന്. ഇവർ രണ്ടുപേരും ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ നമ്മൾ ആരാണെന്നുള്ള അറിയില്ല. പക്ഷെ എക്സ്പീരിയൻസ് വൈസ് ആസ് എ യൂണിറ്റ് നമ്മളെ നോക്കുന്നതും അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നതും ഒക്കെ ഞാൻ അഭിനയിച്ച സിനിമകളിൽ അന്ന് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കൂടെ അച്ഛൻ യാത്ര ചെയ്തിരുന്നു. അതല്ലാണ്ട് അങ്ങനെ ഒരു പ്രഷറോ നമ്മൾ ഡിസ്കംഫേർട്ട് ആകുന്ന രീതിയിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒന്നും നമുക്ക് ഇപ്പോൾ ഡേറ്റ് ക്ലാഷ് കൊണ്ടുള്ള എന്തെങ്കിലും അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലാണ്ട്. പിന്നെ അതും മാനേജ് ചെയ്തിരുന്നത് ഞാനല്ല, അച്ഛനാണ് മാനേജ് ചെയ്തിരുന്നത്. സോ ഞാൻ ഉണ്ടായിരുന്നത് ഈ പേഴ്സണൽ PA അല്ലെങ്കിൽ മാനേജർ അങ്ങനത്തെയൊക്കെ അതിൻ്റെ മുമ്പുള്ള അന്നൊക്കെ ആളുകൾക്ക് അതുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ എല്ലാം നോക്കിയിരുന്ന അച്ഛനാണ്. എല്ലാ ലൊക്കേഷനിലും മറ്റ് എല്ലാ സംഭവങ്ങളിലും അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞ പാഠങ്ങൾ എന്തൊക്കെയാണ്, അച്ഛൻ്റെ ഓർമ്മകൾ? അച്ഛൻ്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പോഴും. അച്ഛൻ പോയിട്ട് ഇപ്പോൾ 3 വർഷമായിട്ടും എന്നും ഒരാളെങ്കിലും അച്ഛനെ കുറിച്ച് പറയാത്ത ദിവസമില്ല. അത്രയും ഇതാണ്. പിന്നെ വളരെ മുന്നോട്ടുള്ള ഇപ്പോൾ ഞാൻ നോക്കി കാണുമ്പോൾ, അതായത് എൻ്റെ 40-ൽ ഞാൻ അച്ഛനെ നോക്കി കാണുമ്പോൾ വളരെ ഫോർവേഡായിട്ടുള്ളൊരു തിങ്കിങ് ആയിരുന്നു. കാരണം ഇപ്പോൾ ഒരു ഗൃഹനാഥൻ, അച്ഛൻ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ജോലിയാണ്, അമ്മ ഭാരതീയ വിദ്യാഭവനിൽ ജോലിയാണ്. അപ്പം എനിക്ക് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഈ സിനിമയിലേക്ക് വന്നു. അപ്പോൾ എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയും അതിന് മാനേജ് ചെയ്യാൻ വേണ്ടിയും എല്ലാത്തിനും ഗൈഡൻസ് തരാൻ വേണ്ടി ഞാൻ ഏർലി റിട്ടയർമെൻ്റ് എടുക്കാം, എൻ്റെ ഭാര്യ ജോലി കണ്ടിന്യൂ ചെയ്തോട്ടെ എന്നുള്ളത് ആ ഒരു പ്രോഗ്രസീവ് തിങ്കിങ് വളരെ ഭയങ്കര ഡിസിഷനാണ്. കാരണം സിനിമയാണ്, അത് അറിയാം. എന്നോട് പറഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല എന്ന്. അടുത്ത സിനിമ ചിലപ്പോൾ അടുത്ത സിനിമ നമുക്ക് പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല, കയ്യിലുണ്ടായിന്ന് വരില്ല. ഇപ്പോൾ അടുത്ത ഇന്റർവ്യൂ, ഇപ്പോൾ ഒരു ഇന്റർവ്യൂ തന്നെ നിങ്ങളൊക്കെ ലൊക്കേഷൻ കവർ ചെയ്യാം, അടുത്ത ചിത്രം ഏതാന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, ഒന്നും പറയാനുണ്ടായിന്ന് വരില്ല. അപ്പോൾ നമുക്കിതൊരു ഫിനാൻഷ്യലി ഓൾറെഡി സെക്യൂർ ആയിട്ടിരിക്കുന്ന ഒരു ജോലി വേണ്ടാന്ന് വെച്ചിട്ട് കൊച്ചിനൊരു ടാലന്റ് കണ്ടിട്ട് അത് ഒരു സൈഡ്, അത് സാക്രിഫൈസ് സൈഡ്, ഉയർന്ന പോസ്റ്റിലിരിക്കുന്നത് അതൊരു സാക്രിഫൈസിങ് സൈഡ്. മറ്റത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ജോലി വിട്ടിട്ട് മോളുടെ കൂടെ പോവും, ഞാൻ ഏൺ ചെയ്തോളാം എന്നും പറയാം. അച്ഛൻ ഒരുപാട് പേര് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടാവല്ലോ ജോലി റിസൈൻ ചെയ്തിട്ട്. അല്ല, അത് അച്ഛൻ്റെ തന്നെ ഡിസിഷൻ ആയിരുന്നു അത്. അപ്പം അമ്മ അതിന് ശേഷം അമ്മയ്ക്ക് 40 വർഷത്തെ സർവീസ് ഉണ്ടായിരുന്നു. അമ്മ ജോലി ചെയ്തു, അമ്മയ്ക്ക് രാജ്യത്തിൻ്റെ തന്നെ ബഹുമതി കിട്ടി, ബെസ്റ്റ് ടീച്ചർ എന്നുള്ള ബഹുമതി കിട്ടി. സോ അതെല്ലാം അച്ഛൻ. അപ്പോൾ അതും അമ്മയുടെയും ആ ഒരു ആസ് എ ടീച്ചർ അമ്മയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണതിന് അച്ഛൻ വാല്യൂ ചെയ്തു. എൻ്റെ ടാലൻറ്റും അത് ഉണ്ട്, അതുകൊണ്ട് അത് പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള രീതി. സോ ആ ഒരു ബാലൻസ് ചെയ്യാൻ പറ്റുന്ന, അത് ഇന്നും നമുക്കൊക്കെ അത്രയും വിശാലമായിട്ടുള്ള ഒരു തിങ്കിങ്ങിലേക്ക് എത്താൻ പറ്റുമെന്നത് അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു. അമ്മയോടാണോ അച്ഛനോടാണോ? അങ്ങനെയൊന്നുമില്ല, പറഞ്ഞു ഇപ്പൊ വീട്ടിലേക്ക് ഇല്ല. അത് അവരുടെ ആ ഒരു എന്താ പറയുക പാർട്ട്ണർഷിപ്പ് അല്ലേ, അതാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും വാല്യൂ ചെയ്യുന്നത്. കാരണം അതിൻ്റെ റിസൾട്ടാണ് എൻ്റെയും സിസ്റ്ററിൻ്റെ ഒക്കെ ലൈഫ്. അത് അതിനുശേഷം നമ്മളെ എന്താ പറയുക അന്തം വിട്ട് നിന്നിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അച്ഛൻ്റെ റിയാക്ഷൻസേ, അതായത് ഇങ്ങനെ പറയില്ലേ നമ്മൾ റിയാക്ട് ചെയ്യരുത്, റെസ്പോണ്ട് ചെയ്യാൻ പാടുള്ളൂ സിറ്റുവേഷൻസിനൊന്നും. അത് തന്നെയാണ് അച്ഛൻ എപ്പോഴും ചെയ്തിട്ടുള്ളത്. എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴേ നോക്കാം നമുക്ക് എന്നുള്ള രീതിയിൽ ആ ഒരു എടുത്തു ചാടി ഒന്നും ഒരിക്കലും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. വളരെ സൈലന്റ് ആയിരുന്നു, ഇങ്ങനെ ആലോചിച്ച് വളരെ കൃത്യമായി എടുക്കുന്ന തീരുമാനം കറക്റ്റ് ആയിരിക്കും. അതെ, സൈലന്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രോവേർട്ടഡ് സൈലൻസ് അല്ല, സോഷ്യലായിരുന്നു. ആളുകളോടെല്ലാം സംസാരിച്ച് ഇപ്പോൾ ഒരാളെ കണ്ട് പരിചയപ്പെട്ടാൽ അവരോർക്കാവുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു. കുടുംബം
എവിടെയാണ്, ഇവിടെയാണോ അവിടെയാണോ? അമേരിക്കയിലാണ്. 3 മക്കളാണ്. ഹസ്ബൻഡ് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലാണ്. അവിടെ തന്നെ? അവിടെ തന്നെയാണ്. മൂത്ത മോന് 9ാം ക്ലാസ്സിലാണ്, രണ്ടാമത്തെ മോള് 8ാം ക്ലാസ്സിലാണ്, ഏറ്റവും ചെറിയ ആൾ ഇപ്പോൾ പ്രീ KG തുടങ്ങാൻ പോകുന്നു. 15 വയസ്സ്, 14 വയസ്സ്, 5 വയസ്സാവണം പല ആൾക്ക്. എല്ലാവരും അവിടെ തന്നെയാണ്? അവിടെ തന്നെയാണ്. ചെറിയ ആളിപ്പോൾ ഫുൾ ടൈം സ്കൂൾ തുടങ്ങാത്തതുകൊണ്ട് എൻ്റെ കൂടെ ഞാൻ കൂട്ടും. മറ്റവരുടെ ഈ പരീക്ഷ ഇപ്പൊ വന്നിട്ടില്ല, ക്രിസ്മസ് പരീക്ഷയാണ്. അവരവിടെയാണ്? അവരവിടെയാണ്. ഹസ്ബൻഡും ഒരാളെ ഉള്ളൂ ഇപ്പോൾ ഇവിടെ? അമേരിക്കയിലെ വീട്ടില് അടുക്കളയുണ്ടോ? അടുക്കളയുണ്ട്. അവിടെ കയറാറുണ്ടോ? പിന്നെ ഈ 3 പേർക്ക് ആരാ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണേ? അല്ല, ഈ പാചക പരീക്ഷണം നടത്തി അവരെ പരീക്ഷിക്കണോ അതോ സ്വന്തമായിട്ട് അല്ല, അവരെയാണ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് എന്താ, പിന്നെ അവർക്ക് എന്താന്ന് വെച്ചാൽ പിള്ളേരല്ലേ, അവരാദ്യം ടേസ്റ്റ് ചെയ്യണം നമ്മളുണ്ടാക്കണ ഭക്ഷണമല്ലേ. അപ്പൊ ഇതാണ് ഇതിന്റെ ടേസ്റ്റ് എന്ന് വിചാരിച്ച് അവരിങ്ങനെ പോണതുകൊണ്ട് നമ്മൾ ജീവിച്ചു പോണു. നന്നായി പാചകം ചെയ്യുന്ന? ഇല്ല, അത്യാവശ്യം ഉണ്ടെങ്കിലേ പാചകം ചെയ്യാറുള്ളൂ. എന്താ പറയാ, വലിയ പാചകം എന്താ പറയാ, ഈ പരീക്ഷണങ്ങൾ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ടൈം ടേബിൾ ഇട്ട് ഇന്നത് അങ്ങനെ. എങ്ങനെയുള്ള ഭക്ഷണം പാചകം? നമ്മളെല്ലാരും വെജിറ്റേറിയൻസ് ആണ്. അപ്പോ വെജിറ്റേറിയനിൽ ഉണ്ടാക്കാൻ പറ്റണൊക്കെ ഉണ്ടാക്കും. അത് അവരുടെ ഇഷ്ടം അനുസരിച്ച്. അവർക്ക് ഒരു സാധനം ഇഷ്ടപ്പെട്ട നമ്മൾ അത് തന്നെ ഉണ്ടാക്കി വെറുപ്പിക്കും. പിന്നെ ഇന്നും ഇത് തന്നെയാണോ എന്ന് ചോദിക്കണത് വരെ നമ്മള് അങ്ങനെ ചോദിക്കണത് വരെ നമ്മളപ്പോ അതിന്റെ ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നാൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ്സ്, ഗുണഗണങ്ങൾ, ഇതിൽ പ്രോട്ടീൻ, അതൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കും. ഇത് കഴിച്ചാലേ പറ്റുള്ളൂ. പിന്നെ ഒരു 2 ആഴ്ചയും കൂടെ അത് ഓടിക്കും, എന്നിട്ടേ നിർത്തുള്ളൂ. അവര് എന്നാലേ അവർക്കൊരു ഗതിയുള്ളൂ. അല്ലാണ്ട് ഗതിയൊന്നുമില്ല. അതെ, ഇഡ്ഡലി, ദോശ, സാമ്പാർ, ചമ്മന്തി ഇതന്നെയല്ലേ എല്ലാ ദിവസവും? അല്ല, പരിപ്പും ചോറും പരിപ്പും. അത് ഭയങ്കര സംഭവമാണ്. അങ്ങനെ ഞാൻ എന്നെ കുറിച്ച് തന്നെ വളരെ സത്യമായിട്ട് തുറന്നു പറയണെങ്കിൽ തേങ്ങ അരപ്പില്ലാത്ത കൂട്ടാൻ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉണ്ടാക്കാറുള്ളൂ. പാട്ട് പാടാറുണ്ടോ? ഇല്ല. നേരത്തെ പറഞ്ഞില്ലേ, നൃത്തത്തിൽ തന്നെ ഒഴിഞ്ഞു വെച്ചു എന്തൊക്കെ പറഞ്ഞില്ലേ, വളരെ കാവ്യാത്മകമായിട്ട്. അത് തന്നെ, അതുകൊണ്ട് പാട്ടില്ല. ഇപ്പൊ ഈ യാത്രയില് എന്നുവരെ ഇവിടെ ഉണ്ട്? ഈ യാത്രയിൽ എന്തൊക്കെയാണ് പ്രോഗ്രാം ഫിക്സ് ചെയ്തിരിക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗിന്നസ് റെക്കോർഡ് അറ്റംപ്റ്റ് ഉണ്ട്. അത് 29ാം തീയതിയാണ്. വൈക്കത്തഷ്ടമിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. പിന്നെ ഇനി ഗുരുവായൂർ എൻ്റെ കുറച്ച് സ്റ്റുഡൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗുരുവായൂർ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ഒരു പ്രോഗ്രാമും കൂടി ഉണ്ട്. എത്ര ദിവസം ഇവിടെ? ഞാൻ 1 ജനുവരി 1 വരെ. ഇടയ്ക്കുള്ള വരവ് എത്ര ദിവസത്തെ ഗ്യാപ്പിലാണ്? അത് നൃത്തപരിപാടികൾ കമ്മിറ്റ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഡിസംബറിൽ എന്തായാലും വരാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ഈ 2024 ശിവരാത്രി ആ ഒരു സമയത്ത് വന്നിരുന്നു 1-2 പ്രോഗ്രാംസ് വരുമ്പോൾ അങ്ങനെ. അതിപ്പോൾ ചിലപ്പോൾ ഒരു പ്രോഗ്രാം ആണെങ്കിൽ ഞാൻ ഒരാഴ്ചത്തേക്ക് വന്ന് ചെയ്ത് പോയിട്ടുണ്ട്. ആക്ച്വലി ഇന്ത്യയിൽ നിന്നിരിക്കുന്ന സമയത്തെക്കാട്ടിലും ഫ്ലൈറ്റിലിരുന്നൊക്കെ വന്ന് പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ സ്ക്രിപ്റ്റ് കേൾക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ, ഏതെങ്കിലും ഇപ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റുകൾ നിലവിലുണ്ടോ? ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് 1-2 ഉണ്ട്, പക്ഷെ അതിൻ്റെ ഒന്നും പ്രോഗ്രസ് ആയിട്ടില്ല, കമ്മിറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല. അപ്പോൾ ഉടനെ ഒന്നും ഒരു സിനിമ പ്രതീക്ഷിക്കണ്ട? ഇപ്പം കമ്മിറ്റ് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് അറിയില്ല, പറയാൻ പറ്റില്ല. എന്നാലും സിനിമയോടുള്ള താല്പര്യം മനസ്സിലുണ്ട്, വരാം പിന്നെ ഏത് സമയത്തും. ഈ നൃത്തത്തിന് പ്രാധാന്യമുള്ള സംഭവമാണ് ആലോചിക്കുക. അതിപ്പോൾ ആ ഒരു ബേസ് ഉള്ളത് കൊണ്ട് സ്ക്രിപ്റ്റ്സ് വരുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ, അത് പണ്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഗാനങ്ങളിലും ഒക്കെ നമ്മളുടെ ആ ഒരു എന്താ പറയുക, നൃത്തത്തിലുള്ള കഴിവെന്നല്ല, ജസ്റ്റ് പഠിച്ച കുട്ടി ആയതുകൊണ്ട് അങ്ങനത്തെ ഷോർട്സ് വെക്കാറുണ്ടല്ലോ, പണ്ടത്തെ സിനിമകളിലും ഉണ്ട് അത്. നൃത്തം വിട്ട് ഒരു പരിപാടിക്കും ഇല്ല? അല്ല, അങ്ങനെയല്ല. നൃത്തം ഇപ്പോൾ അതൊരു കമ്മിറ്റ്മെൻറ്റും കൂടിയാണ്. കാരണം ഇത്രയും കുട്ടികളുടെ ആ ഒരു പഠിപ്പിക്കണ ജോലിയും കൂടി ഉള്ളത് കൊണ്ട് അതൊരു ജോലിയായിട്ട് തന്നെയാണ് കാണുന്നത്. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി സംസാരിച്ചതിനും വിശേഷങ്ങൾ പങ്കുവച്ചതിനും നന്ദി. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം.